السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. നമ്മുടെ ഒരുപാട് കാലത്തെ പ്രാർത്ഥന, 2 മാസത്തെ കാത്തിരിപ്പ്, അതായിരുന്നു നമ്മിലേക്ക് റമളാൻ എത്തിയത്. റജബിലും ശഅബാനിലും നമ്മൾ ദുആ ചെയ്തു ബർക്കത്ത് ചെയ്യണമെന്ന്, റമളാനിലേക്ക് ആഫിയത്തോടെ എത്തിക്കണമെന്ന്. നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിച്ചതിൻ്റെ ഫലമായി നമ്മൾ റമളാനിലേക്ക് എത്തിയിരിക്കുകയാണ്. റമളാനിൻ്റെ ആദ്യത്തെ 10ഉം രണ്ടാമത്തെ 10ഉം പവറുള്ള മൂന്നാമത്തെ 10ലേക്കുള്ള ഒരുക്കങ്ങളാണ്, കാത്തിരിപ്പാണ്. കാരണം അത്രമേൽ പവറുള്ള പ്രതിഫലങ്ങളുള്ള ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടുന്ന രാവുകളാണ് അവസാനത്തെ 10ലുള്ളത്. 1000 മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് ലഭിക്കുന്ന, 83 വർഷവും 4 മാസവും ഇബാദത്ത് ചെയ്ത കൂലി ഒറ്റ രാവ് കൊണ്ട് ലഭ്യമാവുന്ന പവറുള്ള രാവുകൾ. പഴയകാല സമുദായത്തിലെ ആളുകളൊക്കെ ആയിരക്കണക്കിന് വർഷം ജീവിച്ചിട്ട് ഒരുപാട് കാലം ഇബാദത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് ഓടിക്കയറുമ്പോൾ, ചെറിയ കാല ജീവിതം മാത്രമുള്ള മുത്തുനബി തങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു പരിഹാരമായിട്ടാണ് അല്ലാഹു തആല ഇത്തരം നല്ല ദിനങ്ങളൊക്കെ സംവിധാനിച്ചത്. നമ്മൾ അതുപയോഗപ്പെടുത്തി ചെറിയ സമയത്ത് ഇബാദത്ത് ചെയ്ത് വലിയ കാലത്ത്, ഒരുപാട് കാലത്ത് ഇബാദത്തിൻ്റെ പ്രതിഫലം വാരിക്കൂട്ടാൻ നമുക്ക് കഴിയണം. നീതിമാനായ റബ്ബിൻ്റെ തീരുമാനമാണ് അത്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടാവുന്ന രാവിൽ ഒരാൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയാൽ അവൻ്റെ മുൻകാല പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന്, ശിഷ്ടകാല പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലൈലത്തുൽ ഖദ്ർ എപ്പോഴാണ് എന്ന വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞു വെക്കുന്നത് അവസാനത്തെ 10ലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണമെന്നാണ്. ഹദീസിൽ കാണാം, ഇൽതമിസൂഹാ ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10ലാണ് നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടത്. അതും ഫത്ലുബൂഹാ ഫി കുല്ലി വിത്രിൻ, ഒറ്റയിട്ട രാവുകളിൽ. എന്തിനാണ് അവസാനത്തെ 10ൽ ഇത്തരം പവറുള്ള രാവുകളൊക്കെ അള്ളാഹു കൊണ്ടുവച്ചത് എന്ന് ചോദിച്ചാൽ, ഇത്രയും കാലം നോമ്പനുഷ്ഠിച്ച് ഇബാദത്തിൽ മുഴുകി ക്ഷീണം പിടിച്ച മുഅ്മിനുകൾക്ക് ഇബാദത്തിൽ ഒന്നുകൂടി ആവേശമുണ്ടാവാനും ഊർജ്ജസ്വലത ലഭിക്കാനും വേണ്ടിയിട്ടാണ് നല്ല രാവുകളൊക്കെ അവസാനത്തെ 10ൽ അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ ഒറ്റയിട്ട രാവുകളിൽ ഇന്നല്ലാഹ വിത്റുൻ, അള്ളാഹ് ഒറ്റയാനാണ്. യുഹിബ്ബുൽ വിത്ര, അള്ളാഹ്ക്ക് ഒറ്റ ഭയങ്കര ഇഷ്ടമാണ്. പല രാവുകളിലും അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും വരുന്നത് 27ാം രാവിലാണെന്നാണ്. അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന വേർഡിൽ 9 അക്ഷരങ്ങളാണുള്ളത്. അത് സൂറത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറയുന്ന ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖദ്റിൽ 3 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. 3നെ 9 കൊണ്ട് ഗുണിച്ചാൽ 3 × 9 = 27, 27ആണ്. അങ്ങനെയാണ് 27ാം രാവിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതെന്ന് ഒരഭിപ്രായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നുണ്ട്. 29ാം രാവിലും നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ പിൻബലത്തിൽ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. കാരണം അല്ലാഹു തആല റമളാനിന്റെ ഓരോ രാവിലും ഇഫ്താറിന്റെ നേരത്ത് ലക്ഷക്കണക്കിന് ആളുകളെയാണ് നരകത്തിൽ നിന്ന് ഇത്ത്ക്ക് ചെല്ലുന്നത്. അവരെല്ലാം നരകശിക്ഷക്ക് അവകാശപ്പെട്ടവരാണ് താനും. എന്നാൽ റമളാനിന്റെ അവസാനത്തെ രാവ് വന്നാൽ ഇത്രയും കാലം എത്ര ആളുകളെയാണോ അല്ലാഹു തആല നരകത്തിൽ നിന്ന് ഇത്ത്ക്ക് ചൊല്ലിയത്, നരകത്തിൽ നിന്ന് മോചിപ്പിച്ചത്, അത്രയും കണ്ട് ആളുകളെ ഈ അവസാനത്തെ രാവിൽ അല്ലാഹു മോചിപ്പിക്കുമെന്ന്
മഹാന്മാര് പറയുന്നുണ്ട്, ഹദീസിന്റെ പിൻബലത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ 29-ാം രാവാണ് കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് 29-ാം രാവിനാണ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടത് എന്ന് പണ്ഡിതപക്ഷം. ഏതായിരുന്നാലും നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ഓരോ രാവുകളിലും പ്രതീക്ഷിച്ച് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം എന്നതാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ലൗ വാഫഖ്തുഹാ മാദാ അഖൂലു, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടാവുന്ന രാവ് ഒത്തുവന്നാൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഖൂലി, മോളെ പറയണം, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എല്ലാം മാപ്പ് ചെയ്യുന്ന റബ്ബ്, മാപ്പ് ഇഷ്ടപ്പെടുന്ന റബ്ബ്, എനിക്ക് മാപ്പ് നൽകണേ എന്നർത്ഥം വരുന്ന ഈ ദിക്ർ കൂടുതലായി വർദ്ധിപ്പിക്കണം. കാരണം ലൈലത്തുൽ ഖദ്ർ നമ്മുടെ എല്ലാം നിശ്ചയിക്കുന്ന രാത്രിയാണ്. നമ്മുടെ ഒരു വർഷത്തേക്കുള്ള മുഴുവനും റബ്ബ് കണക്കാക്കുന്ന രാത്രി. നമ്മുടെ ഭക്ഷണവും നമ്മുടെ വെള്ളവും ജീവിതവും മരണവും ജീവിതത്തിലെ നിഖില മേഖലകളിലെ മുഴുവൻ വിഷയങ്ങളും റബ്ബ് കണക്കാക്കി വെക്കുന്ന, ഓക്കെയാക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാവ്. അതേറ്റവും പെർഫെക്റ്റായി നമുക്ക് ലഭിക്കണമെങ്കിൽ ആ രാവിൽ ആ നേരത്ത് നമ്മൾ ഇബാദത്തുകളിൽ സജീവമാവണം. അപ്പോഴാണ് നമ്മുടെ ഒരു വർഷത്തേക്കുള്ള അള്ളാഹുവിൻ്റെ ബഡ്ജറ്റ് പാസ്സാക്കുമ്പോൾ അള്ളാഹു അതിൽ നമുക്ക് നല്ല ഓഹരിയും നല്ല തീരുമാനങ്ങളും നമുക്കനുകൂലമായ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവ് വന്നാൽ, അവസാനത്തെ 10 വന്നാൽ, ശദ്ദമിസ്സറുഹു, അവിടുത്തെ അരയുടുപ്പൊക്കെ മുറുക്കിയുടുക്കും. അങ്ങനെ പറഞ്ഞാൽ ഒന്നുകൂടി ഇബാദത്തിൽ ആക്റ്റീവ് ആവുകയും രാത്രികളിൽ ഉറങ്ങാതെ ഇബാദത്തിൽ മുഴുകുകയും താൻ മാത്രമല്ല കുടുംബക്കാരെ കൂടി ഇബാദത്തിനു വേണ്ടി വിളിച്ചുണർത്തുകയും ചെയ്തിരുന്നു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അന്നത്തെ രാവ് മലക്കുകൾ ഇറങ്ങി വരികയാണ്. രാപ്പകൽ ഭേദമന്യേ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഈ രാവിൽ ഇറങ്ങി വരികയാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട നോമ്പുകാരനും നോമ്പുകാരികൾക്കും വേണ്ടി പൊറുക്കലിനെ തേടും. പ്രഭാതം വരെ, സുബ്ഹി വരെ അത് തുടരുകയാണ്. എല്ലാ ആകാശത്തു നിന്നും കൂട്ടം കൂട്ടമായി ഒന്നാം ആകാശത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവർ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, ഇബാദത്തിൽ മുഴുകുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവർ റബ്ബിനോട് സമ്മതം തേടിയിട്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വരിക, ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരിക. കാരണം ലിഅന്നഹും യറൗന ഫിൽ അർളി മിൻ അൻവാഇ തആത്ത്, ഒരുപാട് ഇബാദത്തുകളുടെ വ്യത്യസ്ത ഐറ്റംസുകൾ അവർ ഇങ്ങനെ കാണുകയാണ്. ആകാശ ലോകത്ത് കാണാത്ത ഭക്ഷണം നൽകലും അതുപോലെ പാപികളായ ആളുകളുടെ തേങ്ങിക്കരച്ചിലൊക്കെ അവർ കാണുകയാണ്, കേൾക്കുകയാണ്. അപ്പോൾ റബ്ബിനോട് പൊറുക്കലിനെ തേടിയിട്ട് അവർ വരികയാണ്. ഒരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ കാണാൻ കഴിയും, ലി അനീനിൽ മുദ്നിബീന അഹബ്ബു ഇലയ്യ മിൻ സജ്ലിൽ മുസബ്ബിഹീൻ. അല്ലാഹു തആല പറയാണ്, പാപികളായ ദോഷികളായ ആളുകളുടെ പാപങ്ങളെ ഏറ്റുപറച്ചുള്ള തേങ്ങിക്കരച്ചിലുകൾ അതെനിക്ക് തസ്ബീഹിന്റെ ശബ്ദത്തെക്കാൾ എനിക്കിഷ്ടമാണെന്ന്. അപ്പോൾ മലക്കുകൾ പറയും, നമ്മൾ പോകട്ടെ ഭൂമിയിലേക്ക്, നമ്മൾ ആ ശബ്ദം കേൾക്കട്ടെ, നമ്മളെ റബ്ബിന് ഇഷ്ടപ്പെട്ട, നമ്മുടെ തസ്ബീഹിനേക്കാൾ റബ്ബിന് ഇഷ്ടമുള്ള, പ്രിയമുള്ള ആ ശബ്ദം കേൾക്കാൻ നമ്മളും പോകട്ടെ. നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി തേടി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നല്ല സമയം. ശ്രദ്ധിക്കാനുള്ളത്, ഈ രാവിൽ മലക്കുകളുടെ പ്രവേശനമില്ലാത്ത, മലക്കുകളുടെ സാന്നിധ്യം അനുഭവപ്പെടാത്ത ചില ആളുകളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ലാ യദ്ഖുലൂനൽ മലായികത്ത്, മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന മലക്കുകൾ കയറുകയില്ല ബിംബങ്ങളുള്ള വീടുകളിലോ നായയെ പോറ്റുന്ന വീടുകളിലോ അതുപോലെ രൂപങ്ങളുള്ള വീടുകളിലൊന്നും അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല.
നമ്മുടെ വീടുകളിൽ ഷോക്കേസിലും മറ്റും പ്രതിമകളോ മറ്റു ബിംബങ്ങളോ എന്തെങ്കിലും രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറ്റണം. എന്നാൽ മാത്രമേ റഹ്മത്തിൻ്റെ മലായിക്കത്തിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുപോലെ കള്ളുകുടിയന്മാരും ലഹരിയുടെ ആളുകളും കുടുംബബന്ധം മുറിച്ച ആളുകളൊക്കെ ഉള്ള വീടുകളിലൊന്നും റഹ്മത്തിൻ്റെ മലായിക്കത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവില്ല. കുടുംബബന്ധം മുറിച്ച ആളുകളൊക്കെ കുടുംബബന്ധം ചേർത്ത് സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മലായിക്കത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. പ്രപഞ്ചം പൊതുവെ ശാന്തമാവുന്ന ലൈലത്തുൽ ഖദറിൻ്റെ നല്ല രാവിൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി പ്രഭാതം വരെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമ്പോൾ നമ്മൾ ആരും ഉറങ്ങിപ്പോകരുത്, ഉണർന്നിരിക്കണം, ഇബാദത്തിൽ സജീവമാവണം. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാവുന്ന ഇബാദത്തുകളാണ് കൂടുതലായി നമ്മൾ ചെയ്യേണ്ടത്. ആയത്തുൽ കുർസിയും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഖുർആനിലെ ആയത്തുകളും സൂറത്തുകളൊക്കെ കൂടുതലായി ഓതിക്കൊണ്ടിരിക്കുക. ആയത്തുൽ കുർസിയും ആമന റസൂലുവും അതുപോലെ ഖുർആനിൻ്റെ പകുതി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഇദാ സുൽസിലത്തിൽ എന്ന് തുടങ്ങുന്ന സൂറത്തും അത് 20 തവണ ഓതിയാൽ തന്നെ 10 ഖത്മ് ചെയ്ത കൂലിയാണ്. അതുപോലെ സൂറത്തുൽ കാഫിറൂൻ ഖുർആനിൻ്റെ 4/1 40 തവണ ഓതിയാൽ 10 ഖത്മ് ചെയ്ത കൂലിയാണ്. അതുപോലെ ഖുർആനിൻ്റെ 1/3 എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച സൂറത്തുൽ ഇഖ്ലാസ് 30 തവണ ഓതിയാൽ 10 ഖത്മ് ചെയ്ത കൂലി. സൂറത്തു യാസീൻ അത് ഖുർആനിൻ്റെ ഹൃദയമാണ്. ഒരു ഹദീസ് റിപ്പോർട്ട് പ്രകാരം ഒരു പ്രാവശ്യം തെറ്റുകൂടാതെ യാസീൻ ഓതിയാൽ 10 ഖത്മ് ചെയ്ത കൂലിയുണ്ടെന്നും മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 22 പ്രാവശ്യം ഖുർആൻ ഖത്മ് ചെയ്ത കൂലിയും ഒറ്റ പ്രാവശ്യം യാസീൻ ഓതിയാൽ കിട്ടുമെന്നുമൊക്കെ മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി വ്യത്യസ്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത്തരത്തിൽ ചെറിയ സമയം കൊണ്ട് വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാവുന്ന ദിക്റുകളും ഖുർആനിലെ ആയത്തുകളും ഇസ്തിഗ്ഫാറുകളും തസ്ബീഹുകളും സ്വലാത്തുകളും ഒക്കെയായി, അതുപോലെ തസ്ബീഹ് നിസ്കാരമൊക്കെ ആയി പ്രത്യേകിച്ച് റബ്ബിനോട് കൈ ഉയർത്തി നമ്മുടെ പാപങ്ങളൊക്കെ പറഞ്ഞ് തൗബ ചെയ്ത് ശിഷ്ടകാല ജീവിതത്തെ നന്നാക്കിയെടുക്കാനുള്ള തീരുമാനവുമായി നമ്മൾ ധന്യമാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.